ACP ഓഫീസ് തന്നെ വിളിപ്പിച്ച് പരാതി സ്വീകരിച്ചെന്നും അതിന് ഉത്തരവാദികളായ ഓഫീസേഴ്സ് 2 പേർക്ക് വാർണിംഗ് കൊടുത്തിട്ടുണ്ടെന്നും ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് തെറ്റുപറ്റിയതാണ്, അതിന് ക്ഷമ ചോദിച്ചു. അതുപോലെ തന്നെ കോർട്ടിലേക്ക് അങ്ങനെ ഒരു ഫർദർ പ്രൊസീഡിങ്ങിന് പോകരുതെന്ന് റിക്വസ്റ്റ് ചെയ്തു. പിന്നെ എനിക്കും അതിനും താല്പര്യമില്ല. അങ്ങനെ തന്നെ അത് പിന്നെ അതുപോലെ തന്നെ ചലാൻ ക്യാൻസൽ ചെയ്തു. ആദ്യത്തെ ചലാൻ ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാരെ സമ്മതിച്ചു അവർക്ക് പറ്റിയൊരു അബദ്ധം ആണെന്ന്. ഇതര സംസ്ഥാന വണ്ടിയാണെന്ന് കരുതിയിട്ട് അവർ ചെയ്ത പരിപാടി ആയിരിക്കും. അതിൽ ഞാൻ ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ചിലപ്പോൾ ആയിരിക്കാം അങ്ങനെ അവരുടെ ഒരു എന്താ പറയുക ആ ഒരു ഇതിൽ അവർ ചെയ്തതായിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഞാനൊന്നും പറയാനില്ലല്ലോ. പക്ഷേ ഇത് ചെയ്യാൻ പാടില്ല. അവരും പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണെന്ന് അവർ അഡ്മിറ്റ് ചെയ്തത്. അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. അപ്പോൾ പിന്നെ അവരും പറഞ്ഞു മനുഷ്യന്മാരിൽ ആർക്കും ഒരു തെറ്റ് പറ്റാം. അപ്പോൾ ആ ഒരു രീതിയിലെടുത്ത് ഞാനിതിനെ ഇതോടെ നിർത്തി. വാർത്ത വന്നതിന് ശേഷം നല്ല പ്രതികരണം ഉണ്ടായില്ല? വാർത്ത വന്നതിന് ശേഷം ഒരുപാടുണ്ടായിരുന്നു. എസ്പെഷ്യലി മറുനാടൻ മലയാളി ചാനലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലും രണ്ടിടത്തുനിന്ന് ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് എന്നെ അറിയത്തില്ലാത്ത ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞു കോർട്ടിൽ പോകണം, ഇതിങ്ങനെ വിടരുത്, അങ്ങനെ ഒരുപാട് വന്നു. പക്ഷേ എനിക്ക് അതിനുള്ളൊരു നമുക്ക് സമയവും ഇതും ഇല്ല അതിനുള്ളത്. പിന്നെ അതിൻ്റെ പുറകെ പോകണ്ടെന്ന് വെച്ച് ഞാനും വിചാരിച്ചു. യെസ്, അവർക്ക് പറ്റിയ തെറ്റ് അവർ അഡ്മിറ്റ് ചെയ്ത് ക്ഷമ ചോദിച്ചു. അപ്പം പിന്നെ അത് മതിയല്ലോ. ഞാനിത് ആരെ ഉപദ്രവിക്കാൻ, ഞാൻ ഏഷ്യൻ ന്യൂസിൽ പറഞ്ഞ പോലെ ആരെ ഉപദ്രവിക്കാൻ അതിനൊന്നും അല്ല ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കൊരു ഒരു അന്യായം നടന്നു, അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ദാറ്റ് നാളെ ഇത് വീണ്ടും ഒരാൾക്ക് നടക്കാൻ പാടില്ല. പക്ഷേ ഇതുകൊണ്ട് ഞാനിത് ഇതുകൊണ്ട് നടക്കില്ല എന്നൊന്നും ഉറപ്പൊന്നുമില്ല. പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു.